ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 2-ാം തീയതി വരെ ഇപ്പോൾ കുംഭം രാശിയിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹമാണ്. തേജസ്സിൻ്റെയും ഓജസ്സിൻ്റെയും അധികാരത്തിൻ്റെയും വീര്യത്തിൻ്റെയും അതുപോലെ തന്നെ ആധിപത്യം സ്ഥാപിക്കുക, നേടിയെടുക്കുക, വിക്രമസ്ഥാനം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ് ഈ ചൊവ്വാഗ്രഹം. ആ ചൊവ്വാഗ്രഹം സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിയിലാണ്. അത് ഏപ്രിൽ മാസം 2-ാം തീയതി വരെ ഉണ്ട് താൻ. ആ കുംഭം രാശി സ്ഥിതി കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്ന 4 രാശിക്കാരെ കുറിച്ചാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഒന്നാമതായിട്ട് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് പല തരത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പലതരത്തിലും ക്ലേശങ്ങളൊക്കെ ഏഴരശനിയായിട്ട് അലസതയൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ വിട്ടുമാറി ഇപ്പോൾ ഒരു തേജസ് വർദ്ധിക്കുന്നതിനും ഓജസ് വർദ്ധിക്കുന്നതിനും സ്വബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ കുംഭം രാശി സ്ഥിതി കൊണ്ട്. രാശ്യാധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം ഉപജയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഭൂമി വന്നു ചേരുക, ഗൃഹം വന്നു ചേരുക, ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ യോഗമുണ്ട്. രോഗാവസ്ഥകൾ മാറുന്നതിനും അലസത വിട്ട് വെടിഞ്ഞ്, അതായത് ഏഴരശനിയൊക്കെ ആരംഭിച്ചിട്ട് അലസത മൂലം ശനി ഭഗവാൻ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പ്രവർത്തന സജ്ജമാകുവാൻ, ഉന്മേഷത്തോടുകൂടി പ്രവർത്തിച്ച് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. കർമ്മമണ്ഡലം, വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളായാലും വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും ഒക്കെ അത് ബാധകമാണ്. IT മേഖലക്കാർക്കും സൈനിക, അർദ്ധസൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് IT മേഖല ജോലി ചെയ്യുന്നവർക്കും കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധിയുടെ കാലമാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം വന്നു ചേരുന്നതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ പറ്റുന്ന ഒരു സമയം. മറ്റൊരു രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. ചിങ്ങം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗകാരകനാണ് ചൊവ്വാഗ്രഹം. അങ്ങനെ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വാഗ്രഹം കുംഭം രാശിയിൽ തൻ്റെ പൂർണ്ണ ബലത്തോടുകൂടി നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്ന ഈ സമയത്ത് പല വിധത്തിലുമുള്ള പല കാര്യങ്ങൾക്ക് നിവൃത്തി ഉണ്ടാവും. മനസ്സിനിണങ്ങിയ രീതിയിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുക, ആരോഗ്യം വർദ്ധിക്കുക, ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുക, അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാവും. കുടുംബവുമായി ബന്ധപ്പെട്ട്, വാഹനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ നിരവധി കാര്യങ്ങൾ, തൊഴിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. ചൊവ്വാഗ്രഹം തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങളൊക്കെ, സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവർ, അതായത് ബിസിനസ് രംഗമോ മറ്റ് ഡീലർഷിപ്പ്, മറ്റ് ചെറുകിട സംരംഭങ്ങൾ ഒക്കെ നടത്തുന്നവരായാലും അവർക്ക് വിജയിക്കുവാൻ പറ്റുന്ന ഒരു മാസമാണ്. അല്ലെങ്കിൽ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഏപ്രിൽ 2 വരെ ഉത്തമമാണ്. അത് ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ കൃഷി കാര്യങ്ങളിലൊക്കെ വിജയിക്കുന്നതിനും ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടിങ്, മറ്റ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, പൊതുവെ ചില ബിസിനസ്സുകളൊക്കെ വിജയിക്കുന്നതിനൊക്കെ യോഗമുണ്ട്.
വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സന്ദർഭമാണ്. മറ്റൊരു പ്രധാന രാശിയാണ്, മൂന്നാമത്തെ രാശിയാണ് തുലാം രാശി. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും അഭിവൃദ്ധിയുള്ള കാലം. അതായത് നല്ല ദൈവാധീനവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുവാൻ പോകുന്നു. ധനസ്ഥാനത്തിന്റെ അധിപനും നിവൃത്തിസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന ചൊവ്വാഗ്രഹം ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് നിൽക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകും. വാക്ക് കൊടുത്താൽ പാലിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൊടുത്ത പണം കിട്ടുവാനും അങ്ങനെ പല വിധത്തിലുമൊക്കെയുള്ള യോഗമുണ്ട്. ദീർഘനാളുകളായിട്ട് കൊടുത്തിട്ട് കിട്ടാതെ കിടക്കുന്ന പണം കിട്ടാനൊക്കെ യോഗമുണ്ട്. അതുപോലെ ലോണിന് അപേക്ഷിക്കുന്നവർക്ക് ലോൺ ശരിയായി കിട്ടുക, ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് പാസ്സാകുന്നതിന് യോഗം കിട്ടുക, മിലിറ്ററിയിലോ പോലീസിലോ ഒക്കെ അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. ചൊവ്വാഗ്രഹം പ്രതിഭാസ്ഥാനത്ത് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുകയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. അതുപോലെ തന്നെ പല വിധത്തിലും നേട്ടങ്ങൾ വന്നിച്ച് ഉപജയസ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ എല്ലാം തന്നെ സാധിക്കുന്ന ഒരു സമയമാണ് ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് കാണുന്നു. മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ഉപജയസ്ഥാനാധിപത്യവും സുഖസ്ഥാനാധിപത്യവുമുള്ള ആ ചൊവ്വാഗ്രഹം ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. 7 ശനിയൊക്കെ കഴിഞ്ഞിട്ടും പുരോഗതി പ്രാപിക്കാതെ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നല്ല അവസരങ്ങൾ വന്നു ചേരേണ്ട അവസരമാണിത്. നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങൾ പരിഭ്രമിച്ച് നിൽക്കാതെ പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കും. ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു സമയം. അതായത് പണം ലോൺ എടുത്തിട്ടായാലും ബിസിനസ്സുകളൊക്കെ ചെയ്ത് വിജയിക്കുന്നതിനോ ഇടപാടുകാരും ഒക്കെ ആയിട്ട് കൃത്യനിഷ്ഠ പാലിക്കുക വഴി നല്ല ഡീലർഷിപ്പ് കിട്ടുകയോ കരാർ ഉടമ്പടികൾ ഒപ്പുവയ്ക്കുക, എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പുവെച്ച് കോൺട്രാക്റ്റ് വർക്കുകൾ ചെയ്യുന്നവർ, ഇന്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, ആർക്കിടെക്റ്റേഴ്സ്, മറ്റ് PWD വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നവരായാലും IT മേഖല ജോലി ചെയ്യുന്നവർക്കും അധ്യാപകർക്കും കച്ചവടക്കാർക്കും ചെറിയ ഉൽപ്പാദിത രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സന്ദർഭമാണ്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ അവസരം വന്നു ചേർന്നിരിക്കുന്നു. അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ സാധിക്കുന്ന സമയം, ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ സാധിക്കുന്ന സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ശനീശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അലസതയൊക്കെ വിട്ട് കർമ്മ രംഗത്ത് ഊർജ്ജസ്വലമായിട്ട് നിൽക്കുവാൻ ശനി ഭഗവാന്റെ അനുഗ്രഹവും അനിവാര്യമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വിഷയം, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എന്തുമാകട്ടെ, തൊഴിലിൽ കിട്ടാത്തതോ വിവാഹ തടസ്സമോ അങ്ങനെ എന്തുമാകട്ടെ, അത് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ ഗ്രഹനില നോക്കി പരിശോധിച്ച് പൂർണ്ണ വിവരങ്ങൾ വിശദമായിട്ട് അറിയുന്നതിന് ഗണിതങ്ങളൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ കോപ്പിയും നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെയൊക്കെ നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.